ഇഫ് യു റീഡ് യു വിൽ ഗ്രോ, ഇഫ് ഡോണ്ട് യു വിൽ ലോസ്റ്റ്. ഈ സംഭവം നമ്മൾ ഈ ഡയലോഗ് നമ്മൾ ഈ പഠിക്കുന്നത് ഈ സ്കൂൾ മുതലേ നമ്മൾ ഈ വായനാ ദിവസമൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ നമ്മളിത് കേട്ട് വരുന്നതാണ്. ബട്ട് അന്ന് നമ്മൾ അത്ര ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ദി റിയൽ ഹാർഷ് ട്രൂത്ത്. സോ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞതാണ്. ഞാൻ ഈ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഈ മലയാളം മീഡിയം പഠിച്ചിരുന്നത്. അത് 1 മുതൽ പ്ലസ് ടു വരെ മലയാളം മീഡിയം പഠിച്ചിരുന്നത്. ഇംഗ്ലീഷ് അങ്ങനെ ടച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്തു, ഗ്രാമർ കാര്യങ്ങൾ അങ്ങനെയല്ല, ഇംഗ്ലീഷ് വായിക്കുക. അതായത് നമ്മൾ ഏത് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ട് 4 റീഡിങ്, ലിസണിങ്, സ്പീക്കിങ്, റൈറ്റിങ്. ആ സംഭവം ആ ലാംഗ്വേജ് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ഞാൻ റീഡ് ചെയ്യാൻ കരുതി. ഇംഗ്ലീഷ് ബുക്കുകൾ വായന തുടങ്ങാൻ പറ്റിയപ്പോൾ ഞാൻ ആദ്യം തന്നെ റിച്ച് ഡാഡ് പുവർ ഡാഡ്, അതായത് ഞാനിങ്ങനെ ബുക്ക് ഇങ്ങനെ വാങ്ങി ഷെൽഫിൽ വെക്കാൻ അങ്ങനത്തെ താല്പര്യം കൊണ്ട് വാങ്ങിയതല്ല. ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ PDF പോയി കൊണ്ട് പ്രിൻ്റ് എടുത്തു. എന്നിട്ട് ഈ ഇംഗ്ലീഷ് അതിൻ്റെ വൊക്കാബുലറി ഇംഗ്ലീഷ് ലാംഗ്വേജ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് പറഞ്ഞ ആദ്യമായിട്ട് ബുക്ക് വാങ്ങണത്. പ്രിൻ്റ് എടുത്തുകൊണ്ട് ഞാൻ വായന തുടങ്ങി. ബട്ട് അതിങ്ങനെ ഓരോ അറിയാത്ത വേർഡ് എടുക്കും, എന്നിട്ട് അതിൻ്റെ മീനിങ് മലയാളത്തിൽ കണ്ടുപിടിച്ചും അങ്ങനെ ഓരോ വീടും മനസ്സിലാക്കി ഇങ്ങനെ പോയി. ആ ബുക്ക് വായിച്ചത് കഴിഞ്ഞതോടെ മൈ മൈൻഡ് സെറ്റ് ഷിഫ്റ്റഡ്. സംഭവം ഞാൻ വായിച്ചത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ബെറ്റർ ആക്കാനാണെന്നുണ്ടെങ്കിലും ബട്ട് ഇതിൻ്റെ ഒരു പൈസ കാണുന്ന രീതി, ബിസിനസ്, നമുക്കിങ്ങനെ ഒരാളെ കീഴിൽ നിൽക്കാതെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ കീഴിൽ നിൽക്കാതെ പൈസ ഉണ്ടാക്കാന്നുള്ള പരിപാടി, നമുക്കൊരു ഓണ്ടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ്, അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. സോ ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ഹൗ റീഡിങ് ക്യാൻ ചേഞ്ച് യുവർ എൻ്റയർ ലൈഫ്സ്. ഫസ്റ്റ് ഞാൻ റീഡിങ് ചെയ്താലും നമ്മൾ ഡെയിലി ഒരു 20 മിനിറ്റ്സ് എങ്കിലും മിനിമം നമ്മൾ ഇഷ്ടപ്പെട്ട ബുക്കുകൾ വായനിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോണ ബെനിഫിറ്റ്സുകൾ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഇറ്റ് ക്യാൻ സേവ് യുവർ ലൈഫ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഓതേഴ്സ് ഒരു ബുക്കിൽ എഴുതി തരാം. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നോൺ ഫിക്ഷൻ ബുക്കാട്ടോ, അതായത് കഥ ബുക്കുകളല്ല. നമ്മുടെ ലൈഫിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പൈസ, അതുപോലെ തന്നെ ബിസിനസ്, അതുപോലെ തന്നെ നോളജ്, ഈ ഒരു ഫ്ലോ സ്റ്റേറ്റ്, അങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ച് എഴുതിയ ബുക്കുകളുണ്ടാവില്ല, അങ്ങനത്തെ ബുക്കുകളാണ്. അതായത് ഇങ്ങനത്തെ ഓതേഴ്സ് ഒരു ബുക്ക് മിനിമം എഴുതാനെടുത്തേക്കുക ഒരു 5 വർഷമൊക്കെ കേൾക്കാറും, 3 വർഷമൊക്കെ. അപ്പോൾ ഓല അതിൽ ചേർത്തിയേക്കാം ഓല ലൈഫിൽ ഓല് ചെയ്ത കുറേ മിസ്റ്റേക്കുകളും ഓല് വരുത്തിയ എറേഴ്സുകൾ, ഇതൊന്നും നമ്മൾ ചെയ്യരുത് എന്ന് കരുതിയിട്ട് കുറേ പോയിന്റ്സും ലെസൺസും നമുക്ക് തരും. സോ ആ പോയിന്റ്സും ലെസൺസും നമ്മൾ ചെയ്യുന്ന ഫീൽഡിൽ നമ്മളെ കരിയറിൽ നമുക്ക് അപ്ലൈ ചെയ്താണ്ട് നമ്മളെ കുറേ മിസ്റ്റേക്സുകൾ നമുക്ക് ചെയ്യാതെ, അത് മിസ്റ്റേക്കാണ്, ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോഴേക്കാളും മിസ്റ്റേക്കാണെന്ന് മനസ്സിലാക്കുക. അത് ചെയ്യാതെ തന്നെ അത് മനസ്സിലാക്കിയാണ്ട് നമുക്ക് അവിടെ കുറേ കാലം ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. സോ രണ്ടാമത്താണ് റീഡിങ് ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ വൊക്കാബുലറി. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ ഓതേഴ്സ്, ഒരു ബുക്ക് എഴുതി ഒരു ഓതേഴ്സ് കാരണം അടുത്ത ബുക്ക് വേറെ ഓതേഴ്സ്, ഇങ്ങനെ കുറേ ഓതേഴ്സ് എഴുതി ഓരോ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, ഓരോ റൈറ്റിംഗ് സ്റ്റൈല്, ഇങ്ങനത്തെ ലാംഗ്വേജ്, ഇതൊക്കെ നമ്മൾ വായിച്ച് ഇതൊക്കെ ഒരു യുണീക്ക് സ്റ്റൈലായി നമുക്ക് മാറും. ഇതൊക്കെ നമ്മളെ കോൺവെർസേഷനിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്താണ്ട് നമുക്കും ഒരു യുണീക്ക് വാല്യൂ, ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിലേക്കൊക്കെ നമുക്ക് ഇതിനെ എത്തിച്ചാൻ പറ്റും. സോ മൂന്നാമത്താണ് റീഡിങ് ക്യാൻ എക്സ്പാൻഡ് യുവർ നോളജ് ആൻഡ് ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ്. ഞാൻ മുന്നേ പറഞ്ഞ മാതിരി ഞാൻ റിച്ച് ഡാഡ് പുവർ ഡാഡ് ബുക്ക് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ബെറ്റർ ആക്കാൻ, വൊക്കാബുലറി ബെറ്റർ ആക്കാൻ വാങ്ങിയതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മൈൻഡ് സെറ്റിൻ്റെ ഓവർവ്യൂ, നമ്മളെങ്ങനെ ബിസിനസ്സിനെ കാണണം, എങ്ങനെ ഓണ്ടർപ്രണർഷിപ്പ്, എങ്ങനെ പൈസനെ മാനേജ് ചെയ്യണം എന്നൊക്കെ എൻ്റെ ഒരു ഓവർവ്യൂ ആയിട്ട് തന്നു. സോ ഏത് ബുക്ക് വായിക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഓവർവ്യൂ, നിങ്ങൾക്ക് ഒരു ടിപ്സ് കാര്യങ്ങൾ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ ആരും പോലും അറിയാതെ ആ ബുക്ക് വായിച്ച് കഴിയുമ്പോൾ ഒരു ഷിഫ്റ്റ് ആയിരിക്കും. സോ ലാസ്റ്റത്തെ ഒരു ബെനിഫിറ്റാണ് ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ അറ്റൻഷൻ സ്പാൻ. പ്രത്യേകിച്ച് നമ്മളിപ്പോഴത്തെ മോഡേൺ സൊസൈറ്റിയിൽ നമുക്ക് ആർക്കും ഇല്ലാത്തൊരു സംഭവമാണ് ഈ അറ്റൻഷൻ സ്പാൻ. അതായത് ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മുടെ ബോഡിനെയും മൈൻഡിനെയും കുറച്ച് സമയത്തേക്ക് കൊടുക്കുക, വിത്തൗട്ട് എനി സോഷ്യൽ മീഡിയ, എനി ഫോണ്, എനി മ്യൂസിക്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ നമ്മളിപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ മീറ്റ് ചെയ്തു, നമ്മളെ മുന്നത്തെ ഫ്രണ്ട്സൊക്കെ മീറ്റ് ചെയ്തു, നമ്മൾ ആദ്യം കുറച്ചൊക്കെ വർത്താനം പറയും, വിഷയസ് ചോദിച്ചു, എത്തപ്പോൾ ജോലി ബന്ധം, എന്തൊക്കെ സംഭവങ്ങൾ, കാര്യങ്ങൾ, വിശേഷം കാര്യങ്ങൾ, അതുപോലെ തന്നെ പഠിക്കാൻ കാര്യങ്ങൾ, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ ഫോൺ എടുക്കും, പിന്നെ സ്ക്രോൾ ചെയ്ത് കൊടുത്തു. സോ അത്രയോളം നമ്മളെ അറ്റൻഷൻ. സോ നമ്മളെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിന്, പ്രത്യേകിച്ച് ഈ ഓണ്ടർപ്രണർഷിപ്പ്, കണ്ടന്റ് ക്രിയേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ ലൈഫ് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് മെയിനായിട്ടും വേണ്ട സംഭവമാണ് ഈ അറ്റൻഷൻ സ്പാൻ. അതായത് ഇപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും, നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് എവിടെക്കോ പോയേക്കും, ബട്ട് നമ്മുടെ ബോഡി അവിടെ ഉണ്ടാവും. നേരെ മറിച്ച് ഈ അറ്റൻഷൻ സ്പാനിനെ കൂട്ടാനൊരു സംഭവമാണ് നമ്മൾ ബുക്ക് വായിക്കും. ഡെയിലി നമ്മൾ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് വായിക്കുമ്പോൾ, ബുക്ക് വായിക്കുമ്പോൾ വേറെ പ്രത്യേകത ഉണ്ട്, നമ്മളതിന് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. അതായത് ബുക്ക് ഇങ്ങനെ ജസ്റ്റ് വായിച്ച് പോയാൽ മതിയല്ലോ, സ്കൂളത്തെ ബുക്ക് വരെ ഇങ്ങനെ പഠിക്കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവില്ല. സോ അപ്പോൾ ഈ ബുക്ക് ഇങ്ങനെ വായനയോടുകൂടെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ നമ്മൾ പോലും അറിയാതെ ഇൻക്രീസ് ആയി അതൊരു എബിലിറ്റി ആയി മാറി വരും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. സോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും
എന്തൊക്കെയാണ് ഈ ചങ്ങായി പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് മുഴുവൻ മാറ്റാൻ പറ്റുമോ? ബുക്ക് മാത്രം വായിച്ചാൽ മതിയല്ലോ, നമ്മൾ ബിസിനസ്സിന് ഇറങ്ങണ്ടല്ലോ. സോ വിത്തൗട്ട് ആക്ഷൻസ് റീഡിങ് ഈസ് ബെസ്റ്റ് ഓഫ് ടൈം. അതായത് നമ്മുടെ ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടുക ആക്ഷൻസ് ചെയ്യാനുള്ള റോഡ് മാപ്പേ കിട്ടുള്ളൂ. അതായത് അതിനുള്ള നോളജ്, അതിനുള്ള ഐഡിയാസ്, ടിപ്സ്, കാര്യങ്ങളൊക്കെ തരുള്ളൂ. ആക്ഷൻ എടുക്കണത് നമ്മളാണ്. ഇപ്പോൾ ഒരാൾ പഠിച്ചു മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ ചെയ്യാന്നുള്ള ടിപ്സ് കിട്ടി, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ബിസിനസ് നടക്കും. അത് ചെയ്യേണ്ട ആരാ? നമ്മളാണ്. സോ അപ്പോൾ ആക്ഷൻ അവിടെ വേണം. ഓരോ ഐഡിയാസും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഓതേഴ്സ് തരുള്ളൂ. സോ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്ത് ബുക്ക് വായിക്കണം, ഒരു ബിഗിനറാണെങ്കിൽ ഇതുവരെ ബുക്കൊന്നും വായിച്ചില്ലെങ്കിൽ ഏത് ബുക്ക് വായിക്കണം, എന്ത് വായിക്കണം, എത്ര ടൈം വരെ വായിക്കണം എന്നൊക്കെ. ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ റീഡ് ബുക്സ് വിച്ച് അലൈൻ വിത്ത് യുവർ പർപ്പസ്. നമുക്ക് ലൈഫിൽ എല്ലാവർക്കും ഒരു പർപ്പസ്, അല്ലെങ്കിൽ ഒരു ഗോള്, അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രോത്ത്, ഒരു പ്രൊഫഷനൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചുള്ള ബുക്കുകൾ വായിക്കുക. അപ്പോൾ എക്സാമ്പിൾ, ഒരാൾ ബിസിനസ് തുടങ്ങി. അപ്പോൾ ആൾക്ക് ബിസിനസ്സിന് ഏറ്റവും ഒരു ഘടകമാണ് എന്ത്? ഒരു മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു ബിസിനസ് നിലനിന്ന് പോകാം. സോ അപ്പോൾ ഇയാൾക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് അതിനെക്കുറിച്ചുള്ള ബുക്ക് വായിക്കാം. എന്നിട്ട് ആ ബുക്കിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുക്കാണ്ട് അത് മൂപ്പര് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാം. ഇനി ഒരാളുടെ ഹാബിറ്റ് ബിൽഡ് ചെയ്യാന്ന് തോന്നുന്നത്, അതിന് വരെ വലിയ ബുക്കുകളുണ്ടോ? കമ്മ്യൂണിക്കേഷനെ ബെറ്റർ ആക്കുന്നത് അങ്ങനത്തെ ബുക്കുകളുണ്ടോ? ബിസിനസ് പൈസനെ കുറിച്ച് പഠിക്കണം അങ്ങനത്തെ ബുക്കുകളുണ്ടോ? സോ ഏത് സംഭവമാണ് നിങ്ങളെ ലക്ഷ്യം, എന്താണ് നിങ്ങളെ പർപ്പസ്, അതിനെ അലൈൻ ചെയ്തിട്ടുള്ള ബുക്കുകൾ വായിക്കാം. സോ അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് ഏത് വായിച്ച് തുടങ്ങണം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബുക്ക്, ഒരു 3 ബുക്ക് സജസ്റ്റ് ചെയ്യാം ബേസ്ഡ് ആയിട്ട്. ഫസ്റ്റ് തന്നെ അറ്റോമിക് ഹാബിറ്റ്. അതായത് നമ്മുടെ ലൈഫിൽ ഡെയിലി റുട്ടീൻസ് മാറ്റി കഴിഞ്ഞാൽ നമ്മളെ ഗോൾസ് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരാളൊരു ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുപ്പരി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടാവും. ഒരു ഹെൽത്തിൽ കെയർ ചെയ്യുന്ന ആൾ, ഒരു ബോഡിനെ കെയർ ചെയ്യുന്ന ആൾ ഡെയിലി ജിമ്മിക്ക് പോകേണ്ടി വരും, ഫുഡ് നല്ലത് കഴിക്കേണ്ടി വരും, നല്ല ഉറക്കം ബോഡിക്ക് കൊടുക്കേണ്ടി വരും. ഇതാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആവശ്യപരമായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല, ഫുഡിൽ കൺട്രോൾ ചെയ്യണം, ഈ എണ്ണ കാര്യം ഫുഡ് കഴിക്കാൻ പാടില്ല. ഇങ്ങനത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാണ്ടാത്ത കാര്യങ്ങളുണ്ടാവും. സോ ഇങ്ങനത്തെ നല്ലൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ്, നല്ലൊരു ഡെയിലി റുട്ടീന്, നമ്മളെ ബാഡ് ഹാബിറ്റ്സുകളൊക്കെ നിർത്താൻ ഏറ്റവും നമ്മളെ സഹായിക്കണം ടിപ്സും കാര്യങ്ങളൊക്കെ തരുന്നൊരു ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ഞാൻ വായിച്ചൊരു ബുക്കാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്കാണ്. പിന്നെ രണ്ടാമത്തെയാണ് നമ്മളെ ഈറ്റ് ദാറ്റ് ഫ്രോഗ് അറിയും. അതായത് നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടാവും, അതുപോലെ തന്നെ അതിന് വേണ്ടി എന്ത് ചെയ്യാമെന്നും അറിയുണ്ടാവും. ബട്ട് അതിലിപ്പോൾ പ്രോക്കാസ്റ്റിനേഷൻ ചെയ്യും എല്ലാവരും. ഇന്ന് ചെയ്യാം, ഇന്നിപ്പോൾ ഇപ്പോൾ അതില്ല, നാളെ ചെയ്യാം, പിന്നെ മറ്റന്നാളെ ചെയ്യാം, അങ്ങനെ പ്രോക്കാസ്റ്റിനേഷൻ ചെയ്യും. സോ നമുക്ക് പ്രോക്കാസ്റ്റിനേഷനെ ഓവർക്ക് ചെയ്യാനുള്ള ഏറ്റവും വൺ ഓഫ് ദി ചെറിയ ബുക്കാണ്. ഒരു 21 ലെസൺസ് പറഞ്ഞിട്ട് അങ്ങനെ ബുക്കാണ്. ചെറിയ ബുക്ക്, കുറച്ച് പേര് നല്ല സിമ്പിൾ എക്സാമ്പിളൊക്കെ വെച്ചാണ്ടുള്ള ബുക്കാണ്. ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്നാണ് പേര്. അതിൻ്റെ ഓതർ ബ്രെയിൻ ട്രേസി എന്നതിൻ്റെ ഓർമ്മ. സോ മൂന്നാമത്തെ ഒരു ബുക്കാണ് ഞാൻ വായിച്ചെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റിച്ച് ഡാഡ് പൂർ ഡാഡ്. അതായത് നമ്മുടെ ബിസിനസ്സിനെ, മൈൻഡ് സെറ്റിനെ, അതുപോലെ തന്നെ പൈസനെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കാണാം, ഇതൊക്കെ നമ്മളെ കീഴിൽ എങ്ങനെ ആക്കി എടുക്കാം, ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ബോസിൻ്റെ കീഴിൽ നിൽക്കാതെ, ഒരു സ്കൂൾക്ക് പോകാതെ നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം. അതായത് റിച്ച് ഡാഡിൽ മൂപ്പര് പറയുന്നുണ്ട്, റോബർട്ട് കിയോസാക്കി പറയുന്നുണ്ട്, ഇഫ് യു വാണ്ട് ടു ബി റിച്ച് ആൻഡ് ഹാപ്പി ഡോണ്ട് ഗോ ടു സ്കൂൾ. അതായത് ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാമെന്നൊരു സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല മൂപ്പര് പറയും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ബുക്കൊന്നും കിട്ടും. So video is full and engaging. See you in the another video.